പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പ്രോട്ടോകോളും സുരക്ഷാ നിർദ്ദേശങ്ങളും ലംഘിച്ചതായി പോലീസ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണറോട് സംസ്ഥാന പോലീസ് മേധാവിയും സ്പെഷ്യൽ ബ്രാഞ്ച് മേധാവിയും റിപ്പോർട്ട് തേടി. സത്യപ്രതിജ്ഞ നടന്ന വേദിയിൽ അനുവാദമില്ലാതെ കയറിയവരുടെ ഫോട്ടോ, വീഡിയോകൾ തുടങ്ങിയവ ശേഖരിച്ച റിപ്പോർട്ട് നൽകാനാണ് സ്പെഷ്യൽ ബ്രാഞ്ച് മേധാവിയുടെ നിർദ്ദേശം. വേദിയിലും സദസ്സിലും വൻ തിരക്ക് കണ്ട UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സുരക്ഷാ നിർദ്ദേശങ്ങളും പ്രോട്ടോകോളും ലംഘിച്ചത് IAS ഉദ്യോഗസ്ഥരടക്കമുള്ളവരെന്നാണ് പോലീസ് നിഗമനം. വേദിയിലേക്ക് കയറുന്നത് വിലക്കിയ പോലീസുകാർക്കെതിരെ IAS ഉദ്യോഗസ്ഥർ തട്ടിക്കയറിയെന്നും ആക്ഷേപമുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 8 പേർക്ക് Z+ കാറ്റഗറി സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ലോക്ഭവൻ നൽകിയ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമായിരുന്നു വേദിയിൽ നിൽക്കാൻ അനുവാദം. ഇത് ലംഘിച്ചാണ് അനുവാദമില്ലാതെ ചില IAS ഉദ്യോഗസ്ഥർ വേദിയിൽ സ്ഥാനം പിടിച്ചത്. കൂടാതെ അണ്ടർ സെക്രട്ടറിമാർ, ഡെപ്യൂട്ടി സെക്രട്ടറിമാർ എന്നിവരും അനുവാദമില്ലാതെ വേദിയിൽ നിന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. MLA മാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കൊപ്പം എത്തിയ പ്രവർത്തകർ കാരണം വേദിയുടെ മുന്നിലെ അതിസുരക്ഷാ സോണിലും തിരക്കുണ്ടായി. ഇത് കാരണം VVIP-കൾ ഉൾപ്പെടെയുള്ളവർക്ക് വേദിയിലേക്ക് ഒരുക്കിയ യഥാർത്ഥ വഴി ഉപയോഗിക്കാൻ കഴിയാതെ പിന്നിൽ സജ്ജമാക്കിയ ഗ്രീൻ റൂമിനരികിലെ വഴിയിലൂടെ വേദിയിലേക്ക് കയറേണ്ടി വന്നുവെന്നും പോലീസ് കണ്ടെത്തലുണ്ട്. ഇവയടക്കം രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ഉടൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് സംസ്ഥാന പോലീസ് മേധാവിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് മേധാവിക്കും കൈമാറും. വിലക്ക് ലംഘിച്ചതിന് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാമെങ്കിലും ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശമനുസരിച്ചായിരിക്കും തുടർ നടപടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.